നമസ്കാരം. പ്രധാന വാർത്തകൾ. EMSന്റെ നാടായ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിച്ച് LDF. UDF ഭരണസമിതിക്കെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് സ്വതന്ത്രാംഗം രമ്യ മണിത്തൊടി കൂറുമാറി LDFനെ പിന്തുണച്ചു. ഉത്തരേന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ അടവ് ഏലംകുളത്തും CPM നടപ്പാക്കിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ. ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ വില കൊടുത്തു വാങ്ങിയെന്നും C. സുകുമാരൻ. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടത്തിയ സമരത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന CPM ഏരിയ സെക്രട്ടറി. ADGP അജിത് കുമാറിനെതിരെയുള്ള കേസിൽ ഒരട്ടിമറിയും നടക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസ് അട്ടിമറിക്കാനുള്ള ധൈര്യം കേരളത്തിൽ ആർക്കുമില്ലെന്നും MV ഗോവിന്ദ്. വിദ്യാർത്ഥികൾ നേടിയ അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്ന സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ലക്ഷ്യമെന്ന മന്ത്രി R. ബിന്ദു. കാതലായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. പരിസ്ഥിതി ലോല മേഖല ഉൾപ്പെടുന്ന വില്ലേജുകൾ പൂർണ്ണമായും ESA പരിധിയിൽ വരില്ലെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജൂഡ് ഇമ്മാനുവൽ. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കളക്ടർമാർ നൽകിയ വില്ലേജ് അതിർത്തിയെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്നും ജൂഡ് ഇമ്മാനുവൽ. പരിസ്ഥിതി ലോല മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മണ്ണാർക്കാട് MLA യോഗം വിളിച്ചു ചേർത്തു. മണ്ണാർക്കാട് കൈതച്ചിറയിൽ യുവാക്കളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശികളായ താജുദ്ദീൻ, റഷീദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. ഏലംകുളം പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായി. LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മണിത്തൊടി LDFനെ പിന്തുണച്ചതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. LDFനും UDFനും 8 വീതം അംഗങ്ങളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് UDF ഭരണത്തിൽ വന്നത്. കോൺഗ്രസിലെ C. സുകുമാരൻ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ ഹൈറുനീസ വൈസ് പ്രസിഡന്റും ആവുകയായിരുന്നു. ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ LDF അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ UDFന് അടിതെറ്റി. തിങ്കളാഴ്ചയാണ് ചർച്ച നടന്നത്. കോൺഗ്രസ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് സ്വതന്ത്ര രമ്യ മണിത്തൊടി LDFനെ പിന്തുണയ്ക്കുകയായിരുന്നു. 9 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ C. സുകുമാരന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. അവിശ്വാസ വോട്ടെടുപ്പിൽ ഇരുപക്ഷത്തും 8 വീതം വോട്ടുകൾ വന്നാൽ നിലവിലെ ഭരണസമിതിക്ക് ഭരണം തുടരാനാവും എന്നതാണ് പഞ്ചായത്ത് രാജ് ചട്ടം അനുശാസിക്കുന്നത്. തങ്ങളുടെ 8 അംഗങ്ങളെയും UDFന് ഒപ്പം നിർത്താൻ സാധിച്ചില്ല. അതോടെ ഏലംകുളത്ത് UDFന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. EMSന്റെ ജന്മനാടായ ഏലംകുളത്തെ ഭരണം CPMന് അഭിമാന വിഷയമാണ്. ഇതിനാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ LDF തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. അങ്ങനെയാണ് UDF പക്ഷത്തുള്ള രമ്യ മണിത്തൊടിയെ LDFൽ എത്തിച്ചത്. അതോടെ ഭരണം തുടരാനുള്ള UDFന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി. ഭരണം നിലനിർത്താനുള്ള UDFന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ഏലംകുളത്ത് ഭരണം തിരിച്ചുപിടിച്ചതോടെ LDF പ്രവർത്തകർ ഏലംകുളത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. പ്രസിഡന്റ് C. സുകുമാരനും വൈസ് പ്രസിഡന്റ് K. ഹൈറുനീസയ്ക്കും എതിരെ ഇടതംഗങ്ങളായ 8 പേരാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 16 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷത്ത് 7 CPM, 1 CPI, ഭരണപക്ഷത്ത് 5 കോൺഗ്രസ്,
2 മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് 8 വീതം തുല്യ വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റ് ലീഗിലെ കെ ഹൈറുന്നീസയ്ക്കെതിരെയും LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ച നടക്കും. ഏലംകുളം പഞ്ചായത്തിലെ EMSന്റെ നാട്ടിലെ UDFന്റെ ഭരണം ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഞങ്ങൾ നാളെ വീണ്ടും വൈസ് പ്രസിഡന്റിനെതിരായിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയമുണ്ട്, അതുകൂടി പാസ്സാക്കിയെടുക്കും. ഞങ്ങള് ഒരു സംശയവുമില്ല. UDFന്റെ ഒപ്പം കൂടിയ ആളുകൾ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി, LDFന് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇന്ന് അവിശ്വാസ പ്രമേയം പാസ്സായതും സുകുമാരൻ പുറത്തായതും. ഭരണകാലാവധി അവസാനിക്കാൻ കേവലം 1.5 വർഷത്തിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. EMSന്റെ ജന്മനാട് കൂടിയായ ഏലംകുളത്ത് പഞ്ചായത്ത് രാജ് രൂപീകരിച്ച നാൾ മുതൽ ഭരിച്ച ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണെങ്കിലും ഭരണം കൈവിട്ടുപോയത് വലിയ തിരിച്ചടിയാണ് വരുത്തിയിരുന്നത്. പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ വാശിയോടെയും തന്ത്രപരവുമായാണ് ഇപ്പോഴത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതിൽ LDF വിജയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഉത്തരേന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ അടവ് ഏലംകുളത്ത് CPM നടപ്പാക്കിയെന്നും ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ വില കൊടുത്തു വാങ്ങിയെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ പറഞ്ഞു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പരാജയപ്പെട്ട കാരണത്തെപ്പറ്റി ദൃശ്യമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു C. സുകുമാരൻ. പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് പ്രതികരിച്ചു. കോൺഗ്രസ് സ്വതന്ത്ര അംഗം LDFനെ പിന്തുണച്ചതോടെയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായത്. ഉത്തരേന്ത്യയിൽ BJP നടപ്പാക്കുന്ന അതേ രാഷ്ട്രീയ അടവ് ഏലംകുളത്ത് CPM സ്വീകരിച്ചെന്നും ഭരണസമിതി അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ പണം നൽകി സ്വാധീനിച്ചെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ ആരോപിച്ചു. ഒരു മെമ്പറെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് ഒരു ഉത്തരേന്ത്യൻ രാഷ്ട്രീയം, BJP ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന അതേ രാഷ്ട്രീയമാണ് ഏലംകുളത്ത് CPM LDFും ചെയ്തത്. കാരണം കഴിഞ്ഞ 3 വർഷക്കാലമായി ഏലംകുളത്തെ ഭരണം വളരെ സുതാര്യവും കൃത്യനിഷ്ഠവും വികസനോന്മുഖമായ ഈ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്ത് BJPക്കാരും RSസും ചെയ്യുന്ന ആ അതേ രീതിയിലുള്ള ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ഒരു മെമ്പറെ വിലക്ക് വാങ്ങി അവർക്ക് അത് അവിശ്വാസത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ ഭരണത്തെ അട്ടിമറിക്കുകയാണ് ഏലംകുളത്ത് CPM LDFും ചെയ്തത്. എന്നാൽ ഏലംകുളത്ത് UDF, ജമാഅത്തെ ഇസ്ലാമി അവിശുദ്ധ കൂട്ടുകെട്ട് തകർന്നടിഞ്ഞെന്ന് CPM നേതാക്കൾ പ്രതികരിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിന്റെ ഫലമാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിലൂടെ നേടിയ ഈ വിജയമെന്നും CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് പറഞ്ഞു. 2020 നിലവിൽ വന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ന് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഏലംകുളം പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 4 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ സംസാരിച്ച പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് NP ഉണ്ണീഷ് മാഷ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ 8 പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരുന്ന പകൽ കൊള്ളക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവർക്കകത്ത് തന്നെയുള്ള ആളുകളുടെ അഭിപ്രായ വ്യത്യാസം, ഭരണ നേതൃത്വം കാണിക്കുന്ന അഴിമതിയിലുള്ള അവരുടെ ആക്ഷേപങ്ങൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ചെവിക്കൊള്ളാതെ വന്നപ്പോഴാണ് അവർക്ക് പൊതുജന മധ്യത്തിൽ തുറന്നു പറയുകയും അതുപോലെ തന്നെ അവരിതുവരെ പിന്തുണച്ചിരുന്ന സംവിധാനത്തെ അതിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നത്. ഞങ്ങളെടുത്തിട്ടുള്ള ശരിയായ രാഷ്ട്രീയത്തിന്റെയും അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെയും വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു സംശയവും വേണ്ട. തുടർന്ന് നടക്കുന്ന ഇതിന്റെ അനന്തര നടപടികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ഭരണം ഈ ഏലംകുളത്ത് വരും. ഇതേസമയം ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് LDF ഉയർത്തുന്നതെന്നും UDF ഭരണസമിതി ക്രിയാത്മകമായി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും ഇത് ഏലംകുളത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും C. സുകുമാരൻ പറഞ്ഞു. ഒരു രൂപ പോലും അഴിമതി കാണിച്ചാന്നുണ്ടെങ്കിൽ ഏത് നടപടി സ്വീകരിക്കാനും തയ്യാറാണ്.
സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, ഇവർക്ക് വിജിലൻസും അന്വേഷണവും ആഭ്യന്തര കയ്യിലാണല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിന് കുറ്റക്കാരെ ശിക്ഷിക്കട്ടെ, അതിനെല്ലാ സംവിധാനം എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ അഴിമതി വെറുതെ ഉണ്ടാക്കിയ ഒരു പ്രൊപ്പഗണ്ടയാണ്, അത് വെറുതെ ആരോപിച്ച ഒരു പ്രൊപ്പഗണ്ട. അതിൽ ഒരു രൂപ പോലും ഒരു പൈസ പോലും ആ കാര്യത്തിൽ അഴിമതിയില്ല. കഴിഞ്ഞ 3 വർഷക്കാലമായി ഏലംകുളത്ത് UDF ചെയ്ത ഭരണം നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വരുന്ന 1.5 കൊല്ലം കഴിഞ്ഞ് മുന്നിൽ തിരഞ്ഞെടുപ്പാണല്ലോ. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഏലംകുളത്തെ ഈ ഗ്രാമപഞ്ചായത്തിന് ഭരണം ഇനിയും ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷം ചെയ്ത വികസന പ്രവർത്തനം മാത്രം മതി. എല്ലാ മേഖലകളും കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ സംസ്കരണം, റോഡ് എന്നൊക്കെ ഒരു പ്രാദേശിക സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റും അതൊക്കെ വളരെ സുതാര്യമായി ഇടപെട്ട ഒരു ഭരണസമിതിയാണ് UDFൻ്റേത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഭരണം വരും കാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത രീതിയിലും ജനങ്ങളുമായി സംവാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറയാനുള്ളത്. ADGP അജിത് കുമാറിനെതിരെയുള്ള കേസിൽ ഒരു അട്ടിമറിയും നടക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസ് അട്ടിമറിക്കാനുള്ള ധൈര്യം കേരളത്തിൽ ആർക്കുമില്ലെന്നും ഒറ്റപ്പാലത്ത് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് MV ഗോവിന്ദൻ മറുപടി നൽകിയത്. കേസിൽ ഒരു അട്ടിമറിയും നടക്കില്ലെന്നും അതിനുള്ള ധൈര്യം കേരളത്തിൽ ആർക്കുമില്ലെന്നും DGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും അൻവറിന്റെ പിന്നിൽ അൻവർ മാത്രമാണുള്ളതെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്ഥാനത്ത് തുടരുന്ന അന്വേഷണം അട്ടിമറിക്കും എന്നുള്ളതാണ് പറയുന്നത്. അട്ടിമറിക്കാനുള്ള കഴിവ് ഒരു വ്യത്യാസം കേരളത്തിൽ പറയില്ല. വെറുതെ ആവശ്യമില്ല. ഭരണപക്ഷ MLA ആയ അൻവർ തന്നെയാണ് ഇത് പറയുന്നത്. അൻവർ തന്നെയാണ് പറയുന്നത്, വേറെ ആരുമല്ല. ഒരട്ടിമറി നടത്തില്ല. DGP ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. BJPയുടെ വളർച്ചയ്ക്ക് എല്ലാ സഹായവും നൽകുന്നത് കോൺഗ്രസ് ആണെന്നും തൃശൂരിലെ തോൽവി സംബന്ധിച്ച കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൗരവമുള്ളതായിരിക്കുമെന്നും ആ സമയത്തും കോൺഗ്രസ് നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയാമെന്നും MV ഗോവിന്ദൻ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. CPM സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായുള്ള പാലക്കാട് മേഖല ജനറൽ ബോഡി യോഗത്തിന് ഒറ്റപ്പാലത്ത് എത്തിയതായിരുന്നു MV ഗോവിന്ദൻ. BJPയുടെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ വിജയത്തിൻ്റെ പിന്നിൽ 86,000 വോട്ട് BJPക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റെ നൽകി. 74,000 വോട്ടിന് അവർ ജയിച്ചു. കോൺഗ്രസ് 3 സ്ഥാനത്തേക്ക്. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷനെ നിശ്ചയിച്ചു. ഈ കാലമത്രയും ആ റിപ്പോർട്ട് പുറത്തു വിട്ടില്ല. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടാൽ ഒരു സംശയവും വേണ്ട, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൗരവമുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വരാൻ. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ കോൺഗ്രസ്സുകാർ ഏത് സന്ദർഭത്തിലും BJPയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉണ്ടായത്. കേരളത്തിൽ പൊതുവെ കുറവായിരുന്നു, പക്ഷേ അത് വർദ്ധിച്ചു. AK ആന്റണിയുടെ മകനും K കരുണാകരൻ്റെ മകൾക്കും നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ മക്കൾക്കുമെല്ലാം BJPയിൽ ചേരാൻ സാധിക്കുന്ന സാഹചര്യം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അതേപോലെ ഇനിയും BJPയിലേക്ക് കോൺഗ്രസ് MPമാർ തന്നെ മാറുന്നു എന്നുള്ളതാണ് ഇത് ഒരു വാർത്താ മാധ്യമം. പരിസ്ഥിതി ലോല മേഖല ഉൾപ്പെടുന്ന വില്ലേജുകൾ പൂർണ്ണമായും ESA പരിധിയിൽ വരില്ലെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജൂഡ് ഇമ്മാനുവൽ പറഞ്ഞു. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കളക്ടർമാർ നൽകിയ വില്ലേജ് അതിർത്തിയാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ കളക്ടർമാർ വഴി തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ പരിസ്ഥിതി ലോല മേഖലയിലെ പ്രശ്നം ചർച്ച ചെയ്യാൻ MLA വിളിച്ച യോഗത്തിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ലോല മേഖലയുടെ അതിർത്തി സംബന്ധിച്ച അവ്യക്തതയാണ് യോഗത്തിൽ കൂടുതൽ ചർച്ചയായത്. അപാകതയുണ്ടെങ്കിൽ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പഞ്ചായത്തുകൾക്ക് നൽകിയ അതേ മാപ്പ് തന്നെയാണ് ഇപ്പോഴും സൈറ്റിലുള്ളതെന്നും തെറ്റുതിരുത്തി പഞ്ചായത്തുകൾ സമർപ്പിച്ച മാപ്പ് പ്രസിദ്ധീകരിക്കാത്തതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നും അധ്യക്ഷത വഹിച്ച N ഷംസുദ്ദീൻ MLA പറഞ്ഞു. ജനവാസ മേഖലയെയും കൃഷിഭൂമിയെയും ഒഴിവാക്കിയാണ് പഞ്ചായത്തുകൾ മാപ്പ് നൽകിയിരുന്നത്. ഈ മാപ്പ് അവസാന മാപ്പായി അംഗീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. തിരുത്താൻ വേണ്ടി പഞ്ചായത്തുകൾ നൽകിയ അതേ മാപ്പ് തന്നെയാണ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ സമ്മതിച്ചു.
പഞ്ചായത്തുകൾ നൽകിയ മാപ്പ് കേന്ദ്രം അംഗീകരിച്ചതിനു ശേഷമേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം മറുപടി നൽകി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക കൂടിയാണ് ഇപ്പോഴത്തെ നടപടിയുടെ ലക്ഷ്യം. ESAയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലം ഉൾപ്പെടുത്തുകയും ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കുകയും ചെയ്യും. ഈ മാസം 11 മുൻപ് അപാകതകൾ പരിഹരിച്ച മാപ്പ് സർക്കാരിന് നൽകണം. പരിസ്ഥിതി ലോല മേഖല സ്ഥലം ഉൾപ്പെടുന്ന വില്ലേജുകൾ മുഴുവനായും ESA പരിധിയിൽ വരില്ലെന്നും പരിസ്ഥിതി ലോല മേഖല വരുന്ന ഭാഗം മാത്രമേ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. ESA മേഖലയിൽ കൃഷി ചെയ്യുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ വാണിജ്യ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ തടസ്സമില്ല. വെബ്സൈറ്റിൽ വില്ലേജുകളുടെ മാപ്പും ESAയുടെ മാപ്പും ഉണ്ട്. വില്ലേജുകളുടേത് കളക്ടർമാരും ESAയുടേത് വനം വകുപ്പുമാണ് നൽകിയത്. ഇതിൽ വനം വകുപ്പ് നൽകിയതിൽ വ്യക്തത കുറവുണ്ട്. കളക്ടർമാർ നൽകിയ മാപ്പാണ് അടിസ്ഥാനമാക്കുന്നത്. ഇതിൽ വ്യത്യാസമുണ്ടെങ്കിൽ കളക്ടർമാർ വഴി അതിർത്തി നിർണയിച്ച് പുതിയ മാപ്പ് സമർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കർഷകർക്ക് പരാതി ബോധിപ്പിക്കാനുള്ള സമയം കുറഞ്ഞുപോയെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ മാസം 30 വരെ കേന്ദ്രം അനുവദിച്ച സമയപരിധി തങ്ങൾക്ക് നൽകണമെന്ന് കർഷക പ്രതിനിധികൾ പറഞ്ഞു. ആവശ്യത്തിന് സമയം ലഭിച്ചില്ലെന്ന് പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിൽ അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് യോഗം വിളിച്ചതെന്ന് N. ഷംസുദ്ദീൻ MLA പറഞ്ഞു. ഈ ഇക്കോ സെൻസിറ്റീവ് ഏരിയയുടെ കാര്യത്തിൽ ചില വാസസ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഇക്കോ സെൻസിറ്റീവ് ഏരിയ അല്ലാത്ത വില്ലേജുകളിലേക്ക് ഈ മാപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കർഷകരുടെ ഭാഗത്തുള്ള ആക്ഷേപം. അപ്പോൾ ഇന്ന് അതിവിടെ പരിശോധിച്ച് തിരുത്താൻ 25 ദിവസത്തെ സമയമാണ്. നമ്മൾ 30-ാം തീയതി സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ് ഇതിന്റെ സർക്കാരിന്. ഈ സയന്റിസ്റ്റുമാർ നമ്മളോട് പറഞ്ഞിരുന്നത് 11-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി തന്നോട് ക്യാബിനറ്റ് സബ്മിറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ 11 ഇന്ന് 9-ാം തീയതിയാണ്. അപ്പോൾ നേരിട്ട് തന്നെ അവരെ ഇതിൽ ബന്ധപ്പെടുത്തിയതിന്റെ കാര്യമാണ്. 11 എന്ന് ഇവർ വെച്ച ഡേറ്റാണ്. കൊടുക്കേണ്ടത് 30-ാം തീയതിയാണ്. വേണ്ട കറക്ഷൻസിന്റെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന ഓൺലൈനിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അദ്ദേഹം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കൂടി ഇത് സൂചിപ്പിക്കുന്നത്. അതായത് പഞ്ചായത്തിന് ആദ്യം നിങ്ങൾ കൊടുത്ത ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ പഞ്ചായത്തുകൾ ആവശ്യമായ അതിനെ തെറ്റൊക്കെ ശരിയാക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് ആ മാപ്പ് നൽകി. അതാണ് കരടായിട്ട് വരേണ്ടിയിരുന്നത്. അതായത് കൃഷിസ്ഥലവും വാസയോഗ്യമായ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള സംഗതി പഞ്ചായത്തുകാർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ മാപ്പിന് പകരം ആദ്യം പഞ്ചായത്തിന് കൊടുത്ത മാപ്പിൽ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവിട്ടിട്ടുള്ളത്. ആദ്യം പഞ്ചായത്തിന് കൊടുത്ത മാപ്പിൽ നിന്ന് പിന്നീട് പഞ്ചായത്തുകാര് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം കൃഷിസ്ഥലമൊക്കെ ഒഴിവാക്കി കറക്റ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ കറക്റ്റ് ചെയ്ത് കൊടുത്ത മാപ്പ് ഇപ്പം അതാണ് ഇടേണ്ടത്. LSTD ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ ജലീസ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ A. ഷൗക്കത്ത്, അംബിക ലക്ഷ്മണൻ, P. രാമമൂർത്തി, വള്ളി ശിവരാജ്, കർഷക പ്രതിനിധികളായ ഫാദർ സജി ജോസഫ്, സണ്ണി കിഴക്കേക്കര, പ്രൊഫസർ സാബു ഐപ്പ്, അച്ഛൻ മാത്യു, സാബു ചങ്ങലേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് കൈതച്ചിറയിൽ യുവാക്കളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശികളായ പുതുപ്പറമ്പിൽ താജുദ്ദീൻ, ചിരത്തടയൻ റഷീദ് എന്നിവരെയാണ് കൈതച്ചിറ തെങ്ങിങ്ങൽ ഹക്കീമിന്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരനായ ഹക്കീമും സുഹൃത്തുക്കളും സുഹൃത്ത് അരുൺ ജോസിന്റെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് പ്രതികളായ താജുദ്ദീനും റഷീദും സ്ഥലത്തെത്തിയത്. ഇവർ ഹെൽമറ്റ് കൊണ്ട് ഹക്കീമിന്റെ ഓട്ടോയിലും സുഹൃത്തിന്റെ കാറിലും ഇരിക്കുന്നത് കണ്ട് ചോദിക്കാൻ ചെന്ന ഹക്കീമിനെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിക്കുകയും തടയാൻ വന്ന സുഹൃത്ത് നിയാസിനെ ആക്രമിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സാജൻ എന്നയാളുടെ ബൈക്ക് മോഷ്ടിച്ചത് റഷീദാണെന്ന് ഹക്കീം പറഞ്ഞതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതികളെ റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾ നേരിടുന്ന അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്ന് സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പട്ടാമ്പി റീജിയണൽ സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്നത്. ചടങ്ങിലേക്കെത്തിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും NCCയുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു.
കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പുതിയ UG, PG പ്രോഗ്രാമുകൾക്കാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷം തുടക്കം കുറിച്ചിരിക്കുന്നത്. 4 വർഷമായി യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ സാധ്യമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ. ബിന്ദു സൂചിപ്പിച്ചു. വിദ്യാർത്ഥികൾ നേടിയ അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരികയും അത് സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കേരളം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനേക്കാൾ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലധനം വിജ്ഞാനമാണ്. അറിവിന്റെ മൂലധനത്തിൽ നിന്നുകൊണ്ട്, അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ലോകം ആകെ തന്നെ അഭിനന്ദിക്കുന്ന കേരള വികസന മാതൃക നാം കെട്ടിപ്പടുത്തത്. ഇനിയും സർവകലാശാലകളും കലാലയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകമായ പ്രയോഗക്ഷമമായ അറിവുകളെ സമൂഹത്തിന്റെ ഗുണാത്മക പരിവർത്തനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാര വർധനവിനും നമ്മുടെ നാടിന്റെ സാമ്പത്തിക അടിത്തറയുടെ വിപുലീകരണത്തിനുമൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള പരീക്ഷണങ്ങളാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. പഠന സാമഗ്രികളുടെ വിതരണം പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ SV സുധീർ നിർവഹിച്ചു. സിൻഡിക്കേറ്റ് അംഗം ബൈജു K. മാത്യു, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, K. അനുശ്രീ, ഡോക്ടർ K. ശ്രീവത്സൻ, ഡോക്ടർ M. ജയപ്രകാശ്, പ്രൊഫസർ TM വിജയൻ, K. നിസാമുദ്ദീൻ, പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ CD ദിലീപ്, ഡോക്ടർ ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലയിൽ അരയ്ക്ക് താഴെ തളർന്നവർ ഉൾപ്പെടെ മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ കൈത്താങ്ങ്. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയിൽ 3.50 കോടി രൂപ ചെലവഴിച്ച് 225 പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ഭിന്നശേഷി സൗഹൃദ മലപ്പുറം എന്ന പേരിൽ മാതൃകാ പദ്ധതി നടപ്പാക്കിയത്. 3.5 കോടി രൂപ ചിലവഴിച്ച് 225 ഭിന്നശേഷിക്കാർക്ക് പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. മലപ്പുറം വാര്യൻകുന്നത്ത് സ്മാരക ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി MLA ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. ഉബൈദുള്ള MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ NA കരീം, സെറീന ഹസീബ്, നസീബ അസീസ്, ആലിപ്പറ്റ ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാം മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PV മനാഫ്, KT അജ്മൽ, PP മോഹൻദാസ്, സെക്രട്ടറി S. ബിജു, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷീബ മുന്താസ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 60 പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകിയിരുന്നു. ഇതോടെ അർഹരായ എല്ലാവർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കാനായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അറിയിച്ചു. താലൂക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ നിർവഹണ ഓഫീസറായാണ് പദ്ധതി നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ സർക്കാർ ഏജൻസിയായ കെൽട്രോണും രണ്ടാം ഘട്ടത്തിൽ ഓപ്പൺ ടെൻഡർ വഴി സ്വകാര്യ സ്ഥാപനവുമാണ് വിതരണം ചെയ്ത ഇലക്ട്രിക് വീൽ ചെയറുകൾ എത്തിച്ചത്. കാരാകുർശി പഞ്ചായത്ത് ചുള്ളിമുണ്ട വാർഡംഗം റിയാസ് നാലകത്ത് നടപ്പാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. വൈകിട്ട് 4 മണിക്ക് ചുള്ളിമുണ്ടയിൽ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് റിയാസ് നാലകത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ മാതൃകാ വാർഡായി മാറ്റുന്നതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിൻ്റെ പൂർത്തീകരണവും വിവിധ ക്ഷേമ പദ്ധതികളുമാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമ്പൂർണ്ണ ശുദ്ധജല പദ്ധതിയുടെ പൂർത്തീകരണം, വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ക്ഷേമപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ, മിനി സ്റ്റേഡിയത്തിൻ്റെ പൂർത്തീകരണം, വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമം, പാലിയേറ്റീവ് പ്രവർത്തനം, ഉല്ലാസയാത്ര എന്നീ വിവിധ പരിപാടികൾ നടപ്പാക്കും. ശിശുക്ഷേമ പദ്ധതിയായ താലോലം, യുനാനി ആയുർവേദം, അലോപ്പതി ക്യാമ്പുകൾ എന്നിവയും സംഘടിപ്പിക്കും. ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ, വിശപ്പുരഹിത ഗ്രാമം, അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി, കുടുംബശ്രീ, സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രാമം, സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമം പദ്ധതിയും നടപ്പാക്കും. എല്ലാ മാസവും അദാലത്തുകൾ സംഘടിപ്പിക്കും. ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണങ്ങൾ ഏറ്റെടുക്കും. വനവൽക്കരണവും പുഴ സംരക്ഷണവും നടത്തുമെന്ന് റിയാസ് നാലകത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമം, ഏകദേശം വാർഡിലെ പെൻഷൻ കിട്ടാൻ അർഹതയുള്ള
99% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ക്ഷേമ പദ്ധതിയിൽ നിലവിൽ ഈ പെൻഷന് യോഗ്യത ഇല്ലാത്തവരെ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ പെൻഷൻ ഗ്രാമം എന്നുള്ളത് തൊട്ട് ദിവസം തന്നെ അത് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, കിടപ്പ് രോഗികൾക്കുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗമായും അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് കൂടുതൽ പ്രവർത്തനം മുന്നോട്ട് പോകും. പിന്നെ വാർഡിൽ ജനിക്കുന്ന കുട്ടികൾക്ക് താലോലം പദ്ധതി എന്നത് എല്ലാ കുട്ടികൾക്കും ഉള്ള ബേബി കിറ്റുകൾ വാർഡ് മെമ്പറുടെ പേരിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ഫണ്ടുകൾ നിലവിൽ ഇതുവരെ വാർഡ് മെമ്പറെ ഓണറേറിയം മുഴുവനും വാർഡിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇനിയും തന്നെ ഈ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് പദ്ധതികൾ കൊണ്ട് ഒരിക്കലും ഈ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സുമനസ്സരായ ആളുകളെ കണ്ടെത്തിയും അതുപോലെ വാർഡ് മെമ്പറുടെ ഓണറേറിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഫണ്ട് കണ്ടെത്തുന്നത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി സക്കീർ കള്ളിവളപ്പിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി നാസർ പിലാത്ര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊന്നോണത്തെ വരവേൽക്കാൻ 8ാം വർഷവും ഓണസമ്മാനവുമായി നാട്ടുകൂട്ടം വീടുകളിലെത്തി. അമ്പലപ്പാറ കടമ്പൂർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണയും 500ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും വീടുകളിലെത്തി കൈമാറിയത്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യെയാണ് 8ാം വർഷവും നാട്ടുകൂട്ടം ഓണപ്പുടവയും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തത്. ഗ്രാമമുത്തശ്ശിയായ പാറു അമ്മയെ ആദരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഓണസമ്മാന വിതരണത്തിന് തുടക്കം കുറിച്ചത്. അരി, ശർക്കര, പഞ്ചസാര, പപ്പടം, വെളിച്ചെണ്ണ, പരിപ്പ്, മല്ലിപ്പൊടി, ചായപ്പൊടി എന്നിങ്ങനെ 14 ഇനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് നൽകിയത്. ഇത്തവണ അർഹരായ 500ലധികം കുടുംബങ്ങൾക്കാണ് ഓണസമ്മാനങ്ങൾ വീടുകളിലെത്തി നൽകിയത്. 2016 മുതലാണ് ഓണസമ്മാന വിതരണത്തിന് കൂട്ടായ്മ തുടക്കം കുറിച്ചത്. ഇത്തരം ഒരു ഉദ്യമം മുടക്കം കൂടാതെ കൊണ്ടുപോകുന്നതിനായി സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നാട്ടുകൂട്ടം ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ എ വിജിത പറഞ്ഞു. കടമ്പൂർ നാട്ടുകൂട്ടം 8ാം വർഷവും ഓണക്കിറ്റും ഓണസമ്മാനങ്ങളുമായി ജനഹൃദയങ്ങളിലേക്ക് എത്തുകയാണ്. പക്ഷമില്ലാതെ പക്ഷഭേദമില്ലാതെ വാർഡിലെ എല്ലാവരെയും ഒരുമയുടെ ഓണം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടമ്പൂർ നാട്ടുകൂട്ടം ഇത്തവണ ഗ്രാമമുത്തശ്ശിയായ 94 വയസ്സ് പ്രായമുള്ള പാറു അമ്മയ്ക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും നൽകി ആദരിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇത്തവണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. നമുക്ക് മുൻകാലങ്ങളിൽ ഒട്ടേറെ പ്രഗത്ഭരായ PB നൂഹ്, കളക്ടർ PB നൂഹ്, അതുപോലെ ഗോപിനാഥ് മുതുകാട് സാറ്, ഞെരളത്ത് ഹരിഗോവിന്ദൻ, പ്രസീത ചാലക്കുടി തുടങ്ങിയവരുമായുള്ള പ്രൗഢഗംഭീരമായ സദസ്സോടുകൂടി ആചരിച്ചു വന്നിരുന്നു. എന്നാൽ പ്രളയം, കോവിഡ്, ഇപ്പോൾ വയനാട് ദുരന്തം തുടങ്ങിയ പശ്ചാത്തലങ്ങളിൽ 3-4 വർഷങ്ങളായി നമ്മളിത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണയും കടമ്പൂർ നാട്ടുകൂട്ടത്തിൻ്റെ കൈമെയ് മറന്നുള്ള സഹകരണത്തോടെയും നാടിനകത്തും പുറത്തുമുള്ള ആളുകളുടെ സഹകരണത്തോടെയും ഈ ഓണക്കിറ്റും ഓണസമ്മാനവും ഓണപ്പുടവയും എല്ലാ വീടുകളിലും എത്തിക്കുകയാണ്. 500ലധികം കുടുംബങ്ങളിൽ ഈ ഓണക്കിറ്റും ഓണസമ്മാനവും നാട്ടുകൂട്ടത്തിന്റെ സഹകരണത്തോടുകൂടി എത്തുന്നതാണ്. പി സേതുമാധവൻ, കെ രാമകൃഷ്ണൻ, കെ നാരായണൻ, വി സുരേഷ് കുമാർ, പി മോഹനകുമാരി, കെ ഓമന, എം വി രാധ, എ രമണി തുടങ്ങിയവരും നേതൃത്വം നൽകി. ഗ്ലോബൽ KMCC വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർഷിപ്പ് കാർഡ് വിതരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ KMCC വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് കാർഡ് വിതരണവും കുടുംബസംഗമവും മൊമന്റോ വിതരണവും ഫണ്ട് രൂപീകരണ കൂപ്പൺ നറുക്കെടുപ്പുമാണ് വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നത്. പരിപാടി N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 1/6 പ്രവാസിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമുക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് KMCCയെ കുറിച്ചാണ്. എല്ലാ നാടുകളിലും KMCC വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ദുബായ്, UAE എല്ലാ പ്രവിശ്യങ്ങളിലും, ദുബായിലോ അബുദാബിയിലോ അല്ലയിലോ റാസൽ ഖൈമയിലോ അങ്ങനെയുള്ള UAEയുടെ എല്ലാ പ്രവിശ്യങ്ങളിലും, അതുപോലെ GCC കൺട്രികൾ എന്ന് പറയുന്ന UAE ആയാലും സൗദി ആയാലും ഖത്തർ ആയാലും ഒമാൻ ആയാലും കുവൈത്ത് ആയാലും ബഹ്റൈൻ ആയാലും ഒക്കെ ധാരാളം മലയാളികളുണ്ട്. അവിടെയൊക്കെ KMCC വളരെ സജീവമാണ്. മെമ്പർഷിപ്പ് കാർഡ് വിതരണം CMA കരീം നിർവഹിച്ചു. മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. കളത്തിൽ കബീർ അധ്യക്ഷനായി. TP ഹസൈനു ഹാജി, E മുസ്ത മാസ്റ്റർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, അഡ്വക്കേറ്റ് AA ജമാൽ,
MT കുഞ്ഞുമുഹമ്മദ്, ഫാത്തിമ ഫിദ, രായൻ കീഴ്ശ്ശേരി, M സെയ്ദ് കോടനാട്, MT അബ്ദുസലാം, N ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ബാലകൃഷ്ണൻ, ജയരാജ്, ഡോക്ടർ ഹംസ എന്നിവർ ചികിത്സാ ആനുകൂല്യ വിശദീകരണ ക്ലാസ് നടത്തി. ഗ്ലോബൽ KMCC മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം ലഭിച്ച വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. കൂപ്പൺ നറുക്കെടുപ്പും നടത്തി വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. ഒറ്റപ്പാലം BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിൽ സ്നേഹസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിലാണ് സ്നേഹസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗം കൂടുകയും എന്ത് പ്രതിസന്ധി ആയാലും ശരി ഓണത്തിന് ഒരു ചെറിയ തോതിലുള്ള ഒരു ഉത്സവം, ചെറിയ തോതിലുള്ള ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന അത് കൊടുക്കണം. അവർക്ക് തീർച്ചയായും അവർ നമ്മോടൊപ്പം നിന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും പോകാനും പല പരിപാടികളിലും പങ്കെടുക്കാനും പറ്റില്ല സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും പറ്റാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ഒപ്പം അതേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോ രക്ഷിതാക്കളും ആ കുടുംബവും. വൈസ് പ്രസിഡന്റ് KP അനിത അധ്യക്ഷയായി. ഒറ്റപ്പാലം BPC K. പ്രഭാകരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CP ശശി, ഓട്ടിസം സെന്റർ സപ്പോർട്ടിംഗ് കമ്മിറ്റി കൺവീനർ P. വേണുഗോപാലൻ, മുൻ BPC C. മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ CK രമ, K. സ്മിത, VK സ്മിത, ഓട്ടിസം സെന്റർ അധ്യാപകരായ ആതിര അശോകൻ, K. ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അച്യുതൻകുട്ടി മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. MN കിരൺകൃഷ്ണൻ സ്വാഗതവും ലതിക സുരേഷ് നന്ദിയും പറഞ്ഞു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ആരംഭിച്ചു. നാടൻ നേന്ത്രക്കായ കിലോയ്ക്ക് 42 രൂപ നിരക്കിലാണ് ഓണച്ചന്തയിൽ നൽകുന്നത്. അരിയും പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 19 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റും ചന്തയിൽ വിലക്കുറവിൽ ലഭ്യമാണ്. ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകിയാണ് ഇത്തവണയും വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ആരംഭിച്ചത്. കുലിക്കലൂർ ശാഖയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴ്ശ്ശേരി ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. 2024-25 ഓണച്ചന്ത ജനങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ എല്ലാ വർഷവും ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇത്തവണയും അതിൻ്റേതായ വിലക്കുറവിൽ ജനങ്ങൾക്ക് നൽകി. ഇവിടെ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കുലിക്കല്ലൂർ ബ്രാഞ്ചിൽ നമ്മൾ ഈ പരിപാടി തുടക്കം കുറിക്കുകയാണ്. എല്ലാ വർഷവും നടത്തിവരുന്ന അതേപോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേങ്ങാട്ടിരി, വല്ലപ്പുഴ, കുലിക്കല്ലൂർ എന്നീ 3 ബ്രാഞ്ചുകളിലും കായ അതേപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ വിലക്കുറവിൽ വിതരണം ചെയ്ത് ജനങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ബാങ്കിൻ്റെ ഈ രീതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ്, ഡയറക്ടർമാരായ C. അബ്ദുൽ സലാം, P. ബഷീർ, റസിയ, കബീർ പടലത്ത്, ഉണ്ണികൃഷ്ണൻ, ബാങ്ക് ഓഡിറ്റർ ജയഭാരതി, സെക്രട്ടറി അഷ്റഫ് അലി, ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടൻ കർഷകരിൽ നിന്നും ശേഖരിച്ച നല്ല ഇനം നേന്ത്രക്കായകൾ കിലോയ്ക്ക് 42 രൂപ നിരക്കിലാണ് ഓണച്ചന്തയിൽ നൽകുന്നത്. അരി ഉൾപ്പെടെ 19 സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റും പൊതുവിപണിയേക്കാൾ 500 രൂപയോളം വിലക്കുറവിൽ ഓണച്ചന്തയിൽ ലഭ്യമാണ്. കുലിക്കല്ലൂർ, വല്ലപ്പുഴ, പേങ്ങാട്ടിരി ശാഖകളിൽ 13 വരെ ഓണച്ചന്ത പ്രവർത്തിക്കും. 11-ന് പേങ്ങാട്ടിരി ശാഖയിൽ പച്ചക്കറി ചന്തയും പ്രവർത്തിക്കും. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ബാങ്കിന്റെ നാട്ടുചന്തയിൽ പ്രവർത്തനം തുടങ്ങി. റൂറൽ ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, കടല, ഉഴുന്ന്, വൻപയർ, പരിപ്പ്, മുളക്, മല്ലി, ചെറുപയർ, കടലപ്പരിപ്പ്, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര, പായസസേമിയ,
നെയ്യ്, പപ്പടം, പായസക്കൂട്ട്, ചായപ്പൊടി ഉൾപ്പെടെ 33 ഇനങ്ങളാണ് കിറ്റിലുള്ളത്. 2408 രൂപ വില വരുന്ന കിറ്റിന് ചന്തയിൽ 1499 രൂപയാണ് വില. ആദ്യ വിൽപ്പനയും ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നിർവഹിച്ചു. ഓണം ജനങ്ങളുടേതാണ്. നമ്മുടെ വീടുകളിൽ വളരെ നല്ല നിലയിൽ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി റേറ്റിൽ കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് നടത്തുന്ന ഈ ഓണക്കിറ്റ് വിതരണം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ബാങ്കിന്റെ ലാഭത്തിന്റെ ഒരു ഭാഗം നീക്കിവെച്ചുകൊണ്ടാണ് വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സാധിക്കുന്നതെന്ന് സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. മലയാളികൾ ഏറെ ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന ഈ തിരുവോണത്തിന് സംസ്ഥാന സർക്കാർ 1500 ചന്തകളാണ് കേരളത്തിൽ കൺസ്യൂമറുമായി സഹകരിച്ച് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഈ സബ്സിഡി സാധനത്തോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച സംഖ്യയിൽ ഒരു പങ്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റിലും ഓണാഘോഷത്തിന് ആവശ്യമായ സാധനങ്ങൾ വിലക്കുറവിൽ നൽകിക്കൊണ്ട് ഈ കിറ്റിലും അതിൻ്റെ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 1500 രൂപയ്ക്ക് നമ്മൾ 2000 രൂപ വില വരുന്ന സാധനങ്ങളുടെ 33 ഐറ്റം നൽകുന്നത്. വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർമാരായ മോഹനൻ, രാധാകൃഷ്ണൻ, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. തൻ്റെ യാത്രകൾ എന്നേക്കുമായി അവസാനിപ്പിച്ചാണ് മുളയങ്കാവ് സ്വദേശിയായ ബീന ടീച്ചർ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത്. അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ബീന ടീച്ചറുടെ ജീവിതം. ഭൗതികദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നൽകിക്കൊണ്ട് അന്ത്യയാത്രയിലും അവർ വേറിട്ട മാതൃക സ്വീകരിച്ചു. അധ്യാപനം, വായന, കൃഷി എന്നിവയോടൊപ്പം യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നയാളായിരുന്നു മുളയങ്കാവ് ഗണേഷ് മന്ദിരത്തിൽ AN ബീന എന്ന ബീന ടീച്ചർ. അർബുദരോഗം തൻ്റെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ തീർത്തപ്പോഴും ഒട്ടും തളരാതെ പതറാതെ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗപീഠകളെപ്പോലും കീഴ്പ്പെടുത്തിയ അവർ യാത്രകളിലൂടെ ആനന്ദം കണ്ടെത്തി. 2 തവണ ഹിമാലയ പര്യടനം നടത്തി അവർ ഏവരെയും അത്ഭുതപ്പെടുത്തി. ചരിത്രമുറങ്ങുന്ന ഋഷികേശും ഗോമുഖും ബദരിനാഥും കേദാർനാഥും തുംഗനാഥും ഉൾപ്പെടുന്ന ഹിമാലയ സാനുക്കളൊക്കെയാണ് കീമോതെറാപ്പിയുടെ വിരസത മാറ്റാനായി ഇവർ തിരഞ്ഞെടുത്ത ഇടങ്ങൾ. ടീച്ചറുടെ മനോവീര്യം തന്നെയാണ് യാത്രകൾക്ക് കരുത്തായത്. അവിശ്വസനീയമായ ഹിമാലയ പര്യടനങ്ങളുടെ സന്നിഗ്ധമായ അനുഭവങ്ങൾ ബാക്കിവെച്ചാണ് 56-കാരിയായ ബീന ടീച്ചർ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞത്. യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയായ ചേതനയറ്റ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കട്ടെ എന്ന ടീച്ചറുടെ അന്ത്യാഭിലാഷവും ആ മനസ്സിൻ്റെ വിശാലതയുടെ സാക്ഷ്യമായി. ഏറെ ആദരവോടെയാണ് സഹപ്രവർത്തകരും കുട്ടികളുമെല്ലാം ബീന ടീച്ചറെ നോക്കിക്കണ്ടിരുന്നത്. കൃഷിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ കാർഷിക രംഗത്തും തൻ്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സാഹിത്യകാരി സുധാ തെക്കേമഠം രചനയും സംവിധാനവും ഒരുക്കിയ മോഹപ്പൊതി എന്ന ഷോർട്ട് ഫിലിമിലെ അമ്മ വേഷം അഭിനയിച്ച് തൻ്റെ അഭിനയ പാടവവും ടീച്ചർ നമ്മെ കാണിച്ചു തന്നു. മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി PK ദാസ് മെഡിക്കൽ കോളേജിന് തിങ്കളാഴ്ച കൈമാറി. ഒരിടവേള കൂടി. തിരഞ്ഞെടുക്കപ്പെട്ട 500 പേർക്ക് ഓണക്കിറ്റുകൾ നൽകി ചെർപ്പളശ്ശേരി SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ചടങ്ങ് നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി ആസ്ഥാനമായുള്ള SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമായ ഗ്രാമസുരക്ഷ ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ വഴിയാണ് സ്നേഹസ്പർശം എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട 500 പേർക്ക് ഓണക്കിറ്റുകൾ നൽകിയത്. ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രതിബദ്ധതയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി നേട്ടം നമുക്ക് ആർക്കും കഴിയുന്നത് ഒരു ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആ ലക്ഷ്യം പൂർത്തീകരണം ഉണ്ടാവുക. അലസത ഒന്നും പറ്റരുത്. നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? പോസിറ്റീവ് ശുഭപ്രതീക്ഷയുണ്ടാവണം. ഒരു കാര്യം ചെയ്താൽ എന്താവും, നശിച്ചാൽ എന്താവും ഒരിക്കലും ആലോചിക്കരുത്. പല ആളുകളും ഒരു മരത്തെയും ഒക്കെ എന്താ പറയുക
ഭയങ്കര കളിച്ചു വെച്ചതെന്ന് അറിയാം. ആ നേരെ പൂർത്തി കായ്ക്കുന്നവർക്ക് സംഘടിപ്പിക്കും പറയാ. ചിലവരുണ്ടാകുന്നത് അതേ വരൂ. ഇതിപ്പോ ഈ വഴി വെച്ചാൽ ആരെങ്കിലും വിളിച്ചിട്ടും അത് നന്നായി പൂത്ത് തളരാവുന്നവരാരും പ്രതീക്ഷിക്കില്ല, പറയില്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് എന്താ പറയാ, ഞാൻ വീട്ടിലിറങ്ങാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ആ വഴിയിൽ വെച്ചിപ്പോ നേരെയൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പൊ ശുഭപ്രതീക്ഷയും ഇച്ഛാശക്തി, നേടണമെന്ന ശക്തി, ആഗ്രഹം, ഞാൻ ആഗ്രഹിച്ച് നേടിയിരിക്കുമെന്ന ഇച്ഛാശക്തി ഉള്ളവരെയാണ് അത് തേടിപ്പിടിക്കാൻ കഴിയും. ആ രസത ഒന്നും പറ്റില്ല. അപ്പൊ ഇച്ഛാശക്തിയോടുള്ള ഇടപെടൽ അതിൽ പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് ഈ സ്ഥാപനത്തെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചെയർമാൻ കൃഷ്ണപ്രസാദ്, മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ്, ഓപ്പറേഷൻ ഹെഡ് വിനോദ് കല്ലട തുടങ്ങിയവരും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി. എല്ലാ വർഷവും ഓണത്തിനും മറ്റു സന്ദർഭങ്ങളിലും സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരാറുണ്ട്. ഭാവിയിലും ഇത് തുടരുമെന്നും സ്ഥാപനത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക എന്നത് തങ്ങളുടെ കടമയായാണ് കാണുന്നതെന്നും ചെയർമാൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു. SD ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഈ വർഷത്തെയും എല്ലാ വർഷം പോലെ ഈ വർഷത്തെയും ഓണസഹായം അല്ലെങ്കിൽ ഓണ സ്നേഹ കിറ്റ് ഞങ്ങൾ ഈ വർഷവും നമ്മൾ ഏകദേശം ഒരു 500 പേർക്കാണ്, തിരഞ്ഞെടുക്കപ്പെട്ട 500 പേർക്കാണ് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ശ്രീമാൻ ചെർപ്പശ്ശേരി മുനിസിപ്പൽ നഗരപിതാവാണ് ഉദ്ഘാടനം നിർവഹിച്ച് ഈ ആദ്യ കിറ്റ് വിതരണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ സഹപ്രവർത്തകർ 2 ദിവസമായി ഈ ഓണക്കിറ്റിൻ്റെ ഒരു എന്താ പറയുക, ഓരോ ഭാഗത്തു നിന്നാണ് ഓരോ സാധനങ്ങൾ എത്തിയിട്ടുള്ളത്. അതെല്ലാം കോർഡിനേഷൻ ചെയ്ത് രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് പിന്നെ അത് ഓരോ യഥാസ്ഥാനങ്ങൾ എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി മുന്നോട്ട് പോയത് എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരുടെയും സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ കുറച്ച് പേർക്ക് ഇന്ന് ഇവിടെ കൊടുക്കപ്പെട്ട് കഴിഞ്ഞു. വരാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇതേപോലെ ഓരോ അവസരങ്ങളിലും ഓരോ വിശേഷങ്ങളിലും ഞങ്ങളെ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഇംഗത്തിൻ്റെ ഒരു വീതം ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇതേപോലെ ഓരോ കിറ്റുകളായിട്ടും ധനസഹായമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ ജഗദീശ്വരൻ ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലല്ലേ എല്ലാം നടന്നു പോകുക. അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ ചെർപ്പശ്ശേരി ഐഡിയൽ കോളേജ് NSS യൂണിറ്റ് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും കുടിവെള്ള പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. ചെർപ്പശ്ശേരി ഐഡിയൽ ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാരക വിപത്തുകളെ കണ്ടെത്താൻ എന്ന പേരിലാണ് ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ വെച്ച് കിഡ്നി രോഗനിർണയ ക്യാമ്പും കുടിവെള്ള പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചത്. ക്യാമ്പ് നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഐഡിയൽ കോളേജ് അഡ്രസ് ചെയ്യുന്ന നഗരസഭയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനമായി കാണുന്ന വിഷയങ്ങൾ രണ്ടും. ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തെയും തകർക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഒരു ആഴ്ചയിൽ 3 ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന 50ഓളം രോഗികൾ ചെർപ്പശ്ശേരി നഗരസഭയിലുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യാൻ 12 ഡയാലിസിസ് വരെ ചെയ്യുന്ന 19-ലധികം പേഷ്യൻസ് നമ്മളെ നഗരസഭയിലുണ്ട്. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി, ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ സെക്രട്ടറി എന്നിവർ മുഖ്യാതിഥികളായി. ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ രായൻകുട്ടി, ചെറുപ്പശ്ശേരി നഗരസഭ വാർഡ് കൗൺസിലർ സുഹറാബി തുടങ്ങിയവർ സംബന്ധിച്ചു. മൂസ ഫൗലാദ് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട ഉത്ബോധന ക്ലാസ് നയിച്ചു. ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് പി, NSS പ്രോഗ്രാം ഓഫീസർ റഫീഖ് ടി തുടങ്ങിയവരും ചെറുപ്പശ്ശേരി പരിസരത്തെ ഒട്ടനവധി പേരും ക്യാമ്പിൽ പങ്കെടുത്തു. ഇനി വാണിജ്യ വാർത്തകൾ. വിലക്കുറവിന്റെ വിസ്മയ ലോകം സമ്മാനിച്ച് മലബാർ മാജിക് ഹോം അപ്ലയൻസ് കൊപ്പത്ത് പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മുഹസിൻ MLA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
എല്ലാവിധ വീട്ടുപകരണങ്ങളും വൻ വിലക്കുറവിലാണ് മലബാർ മാജിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ഗൃഹോപകരണ വിപണന രംഗത്ത് 20 വർഷത്തെ പാരമ്പര്യമുള്ള മലബാർ ഗ്രൂപ്പിന്റെ 17ാമത്തെ ഷോറൂമാണ് കൊപ്പം വളാഞ്ചേരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ടിവികൾ, വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റൗ, സീലിംഗ് ഫാൻ, കൂളർ, കുക്കർ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും സൈക്കിളുകളും പകുതിയിലധികം വിലക്കുറവിലും ഉത്തരവാദിത്തത്തോടുകൂടിയും കേരളത്തിൽ എവിടെയും എത്തിച്ചു നൽകാനുള്ള സൗകര്യവും മലബാർ മാജിക്കിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ 17ാമത്തെ ഷോപ്പാണ്. 17ാമത്തെ ഷോപ്പാണ് കൊപ്പത്ത് നിന്ന് ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട MLA മുഹ്സിനാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ ഗാനമേള പരിപാടി, കുറേ പ്രോഗ്രാംസ് ഒക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ സ്ഥാപനം 17ാമത്തെ സ്ഥാപനമായി മാറാൻ നമ്മൾ ഈ ഷോപ്പിൽ, ഈ മലബാർ എന്ന ഈ ഷോപ്പിൽ, നമ്മുടെ കൊപ്പത്തെ ഷോപ്പിൻ്റെ പേര് മലബാർ മാജിക് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഷോപ്പുകൾ ഇങ്ങനെ നിരവധി ഇങ്ങനെ പരന്നു പോകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ LG, സാംസങ്ങിൻ്റെ ഒക്കെ ഫ്രിഡ്ജുകൾ, ഈ ഫ്രിഡ്ജൊക്കെ നമുക്ക് 30-35 രൂപയ്ക്ക് വില വരുന്ന ഈ ഫ്രിഡ്ജ് നല്ല അടിപൊളി ഫ്രിഡ്ജാണ്. കറക്റ്റ് കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 18,000-19,000 രൂപക്കാണ്. അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 16,500 രൂപക്കാണ്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുന്നത് 16,500 രൂപയാണ്. 17,000 രൂപ വില വരുന്ന ഈ ചിമ്മിണി നമ്മൾ കൊടുക്കുന്നത് വെറും 4,800 രൂപക്കാണ്. അപ്പം അങ്ങനെ നിരവധി സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും 1/3 വില എന്നൊക്കെ പറയാം. നമുക്ക് ടിവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 32 ഇഞ്ച് TV ഒക്കെ നമുക്ക് ഒരു 6,800 രൂപയായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് 50 ഇഞ്ചിന്റെ TV 48,000 രൂപ 48,000 രൂപ വില വരുന്ന ഈ TV ഒക്കെ നമുക്ക് വെറും 26,800 രൂപക്ക് കൊടുക്കുമ്പോൾ 3,000 രൂപ വില വരുന്ന ടവർ ഫാനൊക്കെ നമ്മൾ അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുക്കർ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ സൈക്കിളൊക്കെ നമുക്ക് ഏകദേശം നമുക്കൊരു 17,000-18,000 രൂപ വരുന്ന ഈ ഗിയർ സൈക്കിളൊക്കെ നമുക്ക് ഏകദേശം ഒരു 9,600 9,700 രൂപയായിട്ട് ഒരു പകുതിയോളം വിലക്കുറവില്ല. അതുപോലെ ഗിയർ ഇല്ലാത്ത ഡിസ്ക് ഇതൊക്കെ ഉള്ള സൈക്കിൾ നമുക്ക് ഏകദേശം 8,000-9,000 രൂപ വില വരുന്ന ഈ സൈക്കിളൊക്കെ നമുക്ക് ഏകദേശം ഒരു 4,800 രൂപയ്ക്കായിട്ട് എല്ലാ സാധനവും നമുക്ക് പകുതിയിലധികം വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് ഏകദേശം 38,000-40,000 രൂപ വില വരുന്ന ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീനൊക്കെ നമുക്കൊരു 18,000-19,000 രൂപയായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഈ ഫാനുകൾ നമുക്ക് 2,000-2,500 രൂപയ്ക്ക് വില വരുന്ന ഫാന് 2 വർഷത്തെ വാറണ്ടി ഉള്ളതാണ്. ഈ ഫാനൊക്കെ നമുക്ക് ഒരു 1,000-1,200 രൂപയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ സെമി വാഷിംഗ് മെഷീനാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ഏകദേശം ഒരു 6,500 രൂപ മുതൽ നമുക്ക് സെമി വാഷിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് സാധനമാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വേണ്ട സാധനങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. ആ സാധനങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങളുടെ വീട്ടിൽ മലബാർ എന്ന ഈ സ്ഥാപനം അതിൻ്റെ അണികളും, ഇത് ഒരു വ്യക്തിയല്ല, ഇതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ, ഇതിനകത്ത് സ്റ്റാഫ്, പണിക്കാരെന്നുള്ള എല്ലാവരും മുതലാളിമാരാണ്. അപ്പോൾ അവരോട് ആരെ നമ്പറിൽ ബന്ധപ്പെട്ടതിനാലും ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ പലിശരഹിത EMI സൗകര്യവും എല്ലാ പർച്ചേസുകൾക്കും ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും മലബാർ മാജിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരസമിതി അംഗം ഷാബിറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി, സെക്രട്ടറി ബഷീർ മാക്സ്, റഹ്മാൻ, അലി റീജൻസി, ഫൈസൽ ബാബു തുടങ്ങിയവരും മറ്റ് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ബെസ്റ്റ് ബീറ്റ്സ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EMSന്റെ നാടായ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിച്ച് LDF. UDF ഭരണസമിതിക്കെതിരെ LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായി. കോൺഗ്രസ് സ്വതന്ത്രാംഗം രമ്യ മണിത്തൊടി കൂറുമാറി LDFനെ പിന്തുണച്ചു. ഉത്തരേന്ത്യയിൽ BJPയുടെ രാഷ്ട്രീയ അടവ് ഏലംകുളത്തും CPM നടപ്പാക്കിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുകുമാരൻ. ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തെ വില കൊടുത്തു വാങ്ങിയെന്നും C. സുകുമാരൻ. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നടത്തിയ സമരത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന CPM ഏരിയ സെക്രട്ടറി. ADGP അജിത് കുമാറിനെതിരെയുള്ള കേസിൽ ഒരട്ടിമറിയും നടക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസ് അട്ടിമറിക്കാനുള്ള ധൈര്യം കേരളത്തിൽ ആർക്കുമില്ലെന്നും MV ഗോവിന്ദ്. വിദ്യാർത്ഥികൾ നേടിയ അറിവുകളെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്ന സമൂഹത്തിന് ഉപകാരപ്രദമാക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ലക്ഷ്യമെന്ന മന്ത്രി R. ബിന്ദു. കാതലായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. പരിസ്ഥിതി ലോല മേഖല ഉൾപ്പെടുന്ന വില്ലേജുകൾ പൂർണ്ണമായും ESA പരിധിയിൽ വരില്ലെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജൂഡ് ഇമ്മാനുവൽ. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കളക്ടർമാർ നൽകിയ വില്ലേജ് അതിർത്തിയെന്നും തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്നും ജൂഡ് ഇമ്മാനുവൽ. പരിസ്ഥിതി ലോല മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മണ്ണാർക്കാട് MLA യോഗം വിളിച്ചു ചേർത്തു. മണ്ണാർക്കാട് കൈതച്ചിറയിൽ യുവാക്കളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൈതച്ചിറ സ്വദേശികളായ താജുദ്ദീൻ, റഷീദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.